ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോഴേ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾ ലല്ലുട്ടൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ് മെയ് 1. അപ്പോൾ ഞങ്ങൾക്ക് അതിന് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനുണ്ട്. അപ്പം ഞാനും എൻ്റെ ആദിക്കുട്ടനും എൻ്റെ ലല്ലുട്ടനും ഏട്ടനും ഞങ്ങൾ 4 ആളും ഒന്നിച്ചാട്ടോ ഡ്രസ്സ് എടുക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ് ബർത്ത്ഡേ ആകുമ്പോൾ കുറച്ച് വലിയ ആഘോഷം പോലെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ട് കേക്ക് മുറിക്കുക, അങ്ങനെയൊക്കെ കുറച്ച് പരിപാടികൾ. അപ്പം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുക്കാൻ പോവാണ്. അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോ ഫസ്റ്റ് കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം അതുകൂട്ട എന്തെങ്കിലും പറയാനുണ്ടോ? എന്താ പറയാനുള്ളത്? കേക്കോ? കേക്കൊക്കെ അപ്പത്തേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങളൊരു ഒരേപോലെ ഡ്രസ്സൊക്കെ ഇടണമെന്നാട്ടോ ഞങ്ങൾ വിചാരിക്കണം. അപ്പം 2 ബ്ലൂയും എന്നിട്ട് 2 ബ്ലൂ ചെയ്തിട്ടും എന്നിട്ട് ബ്ലൂ ജീൻസും. അപ്പം അവനെന്താ പറയുന്നത് വെച്ചാൽ നീല കളർ ടീഷർട്ട്, നീല ജീൻസ്, പിന്നെ ലല്ലൂനായാലും നീല കളർ ഡ്രസ്സ് അങ്ങനെയൊക്കെ വേണമെന്നാണ് അവൻ പറയണത്. അതൊക്കെയാണ് അവൻ പറയണത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോവാണ്. അപ്പം ഞങ്ങളതിൻ്റെ അപ്പം ഞങ്ങളേ ഡ്രസ്സ് എടുക്കാൻ പോവാണ് കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ പോകണം. ഞങ്ങൾ ഇങ്ങോട്ടല്ല, ഞങ്ങൾ അരീക്കോട് തന്നെയാണ് പോകുന്നത്. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള തുണി എടുക്കാനും അല്ലാത്ത സൗകര്യത്തിനും വേഗം അരീക്കോട് തന്നെയാണ് കേട്ടോ സൗകര്യം. അപ്പം ഞങ്ങൾ ഒരു ഉച്ച ടൈമൊക്കെ ആയിട്ടോ ഞങ്ങൾ പോയപ്പോഴേ, ഒരു 1 മണി 12 മണിയൊക്കെ ആവാനായി ഞങ്ങൾ പോയപ്പം. അപ്പോൾ പോണ വഴിയായിട്ട് പറഞ്ഞു നമുക്ക് ഒരു കല്യാണമൊക്കെ കൂടിയിട്ട് പോവാം. അരീക്കോട് വലിയൊരു ഓഡിറ്റോറിയമാണ് സൺസിറ്റി എന്ന് പറയുന്നത്. മിക്ക കല്യാണങ്ങളും വലിയ കല്യാണങ്ങളൊക്കെ നടക്കുന്ന സൺസിറ്റി വെച്ചിട്ടാട്ടോ. എന്തായാലും ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും അടിപൊളി ഫുഡായിരുന്നു. ബീഫ് ബിരിയാണിയും പിന്നെ ചിക്കൻ പൊരിച്ചതും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒരു മണി 1:30 ആവാനായപ്പോഴത്തേക്കും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ നിന്ന് പോന്നു കേട്ടോ. കണ്ടോ, സൺസിറ്റി വലിയ ഓഡിറ്റോറിയമാണേ. അത് കഴിഞ്ഞ് എനിക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് അരീക്കോടുള്ള കസവ് കേന്ദ്രയ്ക്കാട്ടോ ഞങ്ങൾ പോകുന്നത്. കസവ് കേന്ദ്രയിൽ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നേ. പാർക്ക് ചെയ്യാനും പോലും വലിയ സൗകര്യം കുറവായിരുന്നു. എന്നാലും ഞങ്ങൾ ആ ടൈമിൽ പോയി. അപ്പോൾ എനിക്ക് ഈ ഡ്രസ്സാട്ടോ എടുത്തത് ഞാൻ രസമുണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തത് ഫങ്ഷനൊക്കെ പറ്റിയ ഡ്രസ്സാട്ടോ, റെഡിമെയ്ഡായിട്ട് കിട്ടുന്നതാണേ. ചുരിദാറും പാൻറ്റും ഷോളും എല്ലാം കൂടെ കൂടിയതാട്ടോ. അപ്പോൾ ഞാൻ വെച്ച് നോക്കി ഏട്ടനോട് രസമുണ്ടോയെന്നൊക്കെ ചോദിച്ചപ്പോൾ രസമുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കസവ് കേന്ദ്രയിൽ നിന്ന് ഇറങ്ങി. പിന്നെ മക്കൾക്ക് ഡ്രസ്സ് എടുക്കണമല്ലോ. അപ്പോൾ ഞങ്ങൾ മൂത്ത മോന് ആദ്യക്കുട്ടനെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോവാട്ടോ. ഞങ്ങൾ ചെന്ന് ഇവന് മിക്ക പ്രാവശ്യവും ഞങ്ങൾ ഡ്രസ്സ് എടുക്കുന്ന ഈ കടയിൽ നിന്നാണേ. ഒട്ടുമിക്ക നല്ല ഡ്രസ്സുകളും കിട്ടുന്ന അവന് ഈ കടയിൽ നിന്നാട്ടോ, ഈ ഷോപ്പിൽ നിന്നാണേ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പറ്റിയ കളർ ബ്ലൂ ആട്ടോ വേണ്ടിയിരുന്നത്. പക്ഷേ ആ കളർ ഡ്രസ്സൊന്നും കിട്ടാനില്ല. അപ്പോൾ ഇതൊന്നും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഇടാൻ പറ്റില്ല. പാർട്ടി വെയർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആൾ കൂടുന്നിടത്തൊന്നും ഇടാൻ പറ്റാത്ത ഡ്രസ്സായതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയിട്ടില്ല കേട്ടോ. കുറേ അവിടുന്ന് ഇതൊക്കെ കാണിച്ചത് ഏട്ടനോട് ഓരോന്ന് ചോദിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ, ഇത് രസമുണ്ടോ അത് രസമുണ്ടോയെന്നും. പക്ഷെ എനിക്ക് വലിയ കൂടുതൽ ഇഷ്ടമായില്ല കേട്ടോ. അതിൻ്റെ ഇടയിൽ നമ്മളെ ലല്ലുക്കുട്ടൻ ആ സോഫ പോലെ ഒരു ടയർ മാതിരിയുള്ള സാധനത്തിലിരുന്ന് ഭയങ്കര കളിയാണേ. അവസാനം അവന് ഇത് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഒരു ബ്ലൂവും ബ്ലാക്കും ഒരു ഷെയ്ഡൊക്കെ വരുന്നത്, അതിനകത്ത് കുറേ കുറേ സാധനങ്ങളൊക്കെ വരുന്നത് ഈ ഡ്രസ്സ് അവന് ഒത്തിരി ഇഷ്ടമായിട്ടോ. പക്ഷേ ഞങ്ങൾ എടുത്തില്ല, കാരണം ഇതൊന്നും പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ സാധനമല്ല. പിന്നെ വേറൊരു ഞങ്ങൾ ടീഷർട്ട് പോലത്തെ ഒരു ഡ്രസ്സ് ഇടിപ്പിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് പുതയ്ക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് അവൻ അതേ വഴി തിരിച്ചിങ്ങനെ പറയണേ അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് പറ്റിയതൊന്നും കിട്ടിയില്ലേ.
പിന്നെ ഞങ്ങൾ നേരെ അരീക്കോട് ഒരു ഐ ഹോസ്പിറ്റലുണ്ട്. ആ ഐ ഹോസ്പിറ്റലിൻ്റെ അവിടെ പുതിയതായിട്ട് വന്ന ഒരു ബേബി ഷോപ്പാട്ടോ ഇത്. അവിടെ ചെന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായത് ഈ കടയിലേക്ക് തന്നെ വന്നാൽ മതിയായിരുന്നു എന്ന്. കാരണം നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഈ കടയിൽ. പാർട്ടി വെയർ ആവട്ടെ അല്ലാത്താവട്ടെ മറിച്ച് മറ്റേത് ഒത്തിരി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഈ കടയിൽ. കുഞ്ഞുമക്കൾക്കൊക്കെ എന്താ എടുക്കാൻ പോകാൻ പറ്റിയ ഒരു കട തന്നെയാണ് കേട്ടോ ഇത്. അത്യാവശ്യം വലിയ കട തന്നെയാണ്. വലിയ ഷോപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും അത്യാവശ്യം വലിയ ഷോപ്പാണ്. അപ്പം എൻ്റെ ഈ വീഡിയോസ് കാണുന്ന അരീക്കോട് ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഈ ഷോപ്പിൽ പോയിക്കോളൂ കേട്ടോ. മക്കൾക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടെങ്കിൽ അടിപൊളി സാധനങ്ങളാട്ടോ. അപ്പം ആദ്യം മൂത്ത മോനാണേ ഡ്രസ്സ് എടുത്തത്. അപ്പം ഈ ബാഗി പാൻ്റ് ഉണ്ടല്ലോ, ഇപ്പോഴത്തെ ചെറുക്കന്മാരുടെ ഒരു മോഡൽ പാൻറ്റാണ് ബാഗി പാൻറ്റ്. അത് മതി പറഞ്ഞു ഞാൻ കേട്ടോ. കാരണം ലൂസായിരിക്കും, ഇടാനും ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം അതൊക്കെ വിചാരിച്ച് ഞാൻ പറഞ്ഞു ബാഗി പാൻറ്റ് മതിയെന്ന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കളറാട്ടോ ഏട്ടൻ പിടിച്ച് നിൽക്കുന്ന പാൻറ്റിൽ ഒരു വൈറ്റ് ഷെയ്ഡ് മാതിരിയുള്ള തോന്നിക്കുന്ന ബാഗി പാൻറ്റ് ആട്ടോ ഞങ്ങൾ എടുത്തത്. ഈ ഇട്ട് നിൽക്കുന്ന ഈ ഡ്രസ്സാട്ടോ ഞങ്ങൾ അവന് സെലക്ട് ചെയ്തത്. ഒരു ബ്രൗൺ കളർ നീല, ഞങ്ങൾക്ക് പറ്റിയ നീല ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ കുഞ്ഞിന്. 2 മക്കൾക്കും കിട്ടിയിട്ടില്ല. പിന്നെ എനിക്കും ഹസ്ബൻഡിനും ഒരേപോലത്തെ കളർ കിട്ടിയിട്ടോ ഡ്രസ്സ്. അപ്പം അങ്ങനെ ഞങ്ങൾ മൂത്ത മോന് ആ ബാഗി പാൻറ്റും ആ ഷർട്ടും എടുത്തു കേട്ടോ. പിന്നെ ഇളയ കുട്ടിക്ക് കേട്ടോ പാർട്ടി വെയർ, അവൻ്റെയാണ് ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇതാ ഇഷ്ടം പോലെ പാർട്ടി വെയർ ഡ്രസ്സാട്ടോ ഉള്ളത്. അപ്പം ഞാൻ ആകെ കൺഫ്യൂഷനായേ. അതിനകത്ത് കുറേ ബ്ലൂ കളറൊക്കെ നോക്കി, പക്ഷേ ബ്ലൂ കളറൊന്നും കിട്ടിയില്ല. ലാസ്റ്റ് എനിക്കിങ്ങനെ പോയപ്പം അത്യാവശ്യം കൊള്ളാം എന്നുള്ളൊരു ബ്ലൂ കളർ അതാ ഈ ഒരു ബ്ലൂ കളറാട്ടോ എനിക്ക് കിട്ടിയ. ബ്ലൂവും വൈറ്റ് ഷെയ്ഡും ഒക്കെ ആയിട്ടുള്ള, വൈറ്റ് കളറും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഡ്രസ്സാട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ഇഷ്ടംപോലെ ഡ്രസ്സുണ്ട്. നമുക്കിപ്പം ഡ്രസ് കളർ ഇത്ര നിർബന്ധം അല്ലെങ്കിൽ നമുക്ക് അതായത് ഇഷ്ടപ്പെട്ട് പാർട്ടി വെയർ എടുത്തു ഇതാട്ടോ മോൻ ലാസ്റ്റ് കൺഫേം ആയത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ അവിടുന്ന് ഡ്രസ്സൊക്കെ വാങ്ങി. ഈ അവൻ്റെ കയ്യിലാട്ടോ ഡ്രസ്സൊക്കെ ഇരിക്കുന്നത്, ആദ്യൻ്റെ കയ്യിൽ. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ വാങ്ങി. അപ്പോൾ പോണ വഴിയായിട്ട് പറഞ്ഞു നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിപ്പോവാം, മാങ്ങയൊക്കെ വാങ്ങിപ്പോവാം, നമുക്ക് വീട്ടിൽ ചെന്ന് ജ്യൂസ് അടിച്ച് കുടിക്കാം. കാരണം നല്ല വെയിലാണ്, ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ദാഹമൊക്കെ നല്ലോണം കൂടുന്ന ടൈമാണ് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ ഫ്രൂട്ട്സ് കടയിൽ നിർത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ ഇഷ്ടം പോലെ ഇപ്പോൾ മാങ്ങേൻ്റെ കാലമായതുകൊണ്ട് ഒത്തിരി മാങ്ങകളുണ്ടാവും, ഇഷ്ടംപോലെ വിലക്കുറവുമായിരിക്കും. അപ്പോൾ ഞങ്ങൾ മാങ്ങയൊക്കെ വാങ്ങിയിട്ടോ. അതിൻ്റെ ഇടയിൽ മോനിങ്ങനെ എന്നെ വലിക്കുകയാണ്, മൂത്തയാൾ. എന്തിനാണെന്നറിയാമോ, അവന് ഐസ്ക്രീം വേണം. അപ്പോൾ എന്നെ ഇങ്ങനെ വലിച്ചുകൊണ്ട്, കാരണം എനിക്ക് ചില ഫ്രൂട്ട്സ് വാങ്ങണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇവൻ എന്നെ സമ്മതിക്കുന്നില്ല പറയാൻ. ഓറഞ്ച് ആയാലും മാങ്ങയായാലും നല്ല ഫ്രഷ് ഫ്രൂട്ട്സ് ആട്ടോ ഈ കടയിലുള്ളത്. അങ്ങനെ ഞങ്ങൾ ഇവനിങ്ങനെ ഫ്രൂട്ട്സൊക്കെ സെലക്ട് ചെയ്ത് അപ്പോഴത്തേക്കും ഇവന് നേരെ ഫ്രിഡ്ജിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഐസ്ക്രീമൊക്കെ തന്നെ എടുത്ത് അവൻ കഴിക്കാൻ തുടങ്ങി. നമ്മളും വിട്ട് കുറയ്ക്കണ്ടല്ലോ. അപ്പോൾ ഞങ്ങളും ഓരോരോ ഐസ്ക്രീം വാങ്ങിയിട്ടോ. അങ്ങനെ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് സന്തോഷത്തോടെ തിരിച്ചു പോന്നു. ഓക്കെ, ബൈ.